ഹായ് ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഫോട്ടോഗ്രാഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് അത്തം സ്പെഷ്യലായിട്ട് ഒരു സ്പെഷ്യൽ സാമ്പാർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. എൻ്റെ അമ്മയുടെ സാമ്പാർ എൻ്റെ വീട്ടിൽ കസിൻസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ ഒരു റെക്കമെൻഡേഷനും കൂടിയിട്ടുണ്ട് ഈ ഒരു റെസിപ്പി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ ആയതുകൊണ്ട് നമുക്കറിയാം, നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ എടുക്കാം. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛന് സാമ്പാറിൽ ഒരുപാട് പച്ചക്കറികൾ ഇടുന്ന ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കുറച്ചധികം പച്ചക്കറികളൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പച്ചക്കറികളും അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കായം ഞാനിവിടെ 2 കഷ്ണം കായമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 കപ്പ് പരിപ്പ്. അപ്പോൾ ആദ്യം തന്നെ പരിപ്പ് നമ്മൾ ആ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പരിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ പച്ചക്കറികളിൽ നമ്മളിവിടെ വെണ്ടക്കായും അതേപോലെ തന്നെ മുരിങ്ങാക്കായും ഒഴികെയുള്ള ബാക്കി എല്ലാ പച്ചക്കറികളും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ തക്കാളി, സബോള, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, കുമ്പളങ്ങ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇതിൽ നേന്ത്രക്കായൊക്കെ ഇടുന്നവരുണ്ട്, അതേപോലെ തന്നെ വഴുതനങ്ങയൊക്കെ ഇടുന്നവരുണ്ട്. അപ്പോൾ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അതിൽ മുരിങ്ങാക്കായും അതേപോലെ തന്നെ വെണ്ടക്കായും ഒഴികെയുള്ള ബാക്കി എല്ലാ പച്ചക്കറികളും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ 2 കഷ്ണം കായും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, അത്രയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമുക്കത് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ 1/2 കപ്പ് വെള്ളം കൂടി അതിൽ ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, കുക്കർ ഒന്ന് അടച്ച് ഒരു വിസിൽ വരുന്നത് വരെ, ഞാനിവിടെ ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മറ്റൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ വെണ്ടക്കായ ഒന്ന് വറുത്തെടുക്കാം. വറുക്കല്ല, ശരിക്കും ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെണ്ടക്കായ അതിലേക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, വെള്ളം ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ പൊട്ടിത്തെറിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, കൈയൊന്നും പൊള്ളണ്ട. അപ്പോൾ വെണ്ടക്കായ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതേ വെണ്ടക്കായൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്, അതിൻ്റെ മുകളിലൊക്കെ ഇതേ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ ഓയിലിൽ തന്നെ ഞാനിവിടെ 1 കപ്പ് നാളികേരം, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ 1 തണ്ട് കറിവേപ്പില, ഇത്രയും ഞാൻ ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മുടെ ചുവന്നുള്ളിയും അതേപോലെ വെളുത്തുള്ളിയും, ഞാനൊരു 5-6 അല്ലി ചുവന്നുള്ളിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അതൊന്ന് നടുവിന് കീറി കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നാളികേരം നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ എന്ത് ചെയ്യണം, നമുക്കൊന്ന് വറുത്തെടുക്കാം. എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വറുക്കുക, അല്ലെങ്കിൽ നമ്മുടെ നാളികേരം കരിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ സാമ്പാറിന് നല്ല ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വറുത്തെടുക്കാം. ഇനി നല്ലപോലെ ഗോൾഡൻ കളറായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണും മുളക് പൊടി 1 ടേബിൾ സ്പൂണും കൂടി ഇട്ടിട്ട് നല്ലപോലെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോഴും ഫ്ലെയിം ലോയിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ പൊടികൾ ആഡ് ചെയ്ത് പോകുമ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് വേണം നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. അത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം ആ പൊടികളുടെ ആ ഒരു പച്ചച്ചവയൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് എന്ത് ചെയ്യാം, റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം അല്പം വെള്ളം ചേർത്ത് നല്ല പോലെ അരച്ചെടുക്കണം.
അപ്പോഴേക്കും നമ്മുടെ കുക്കറൊക്കെ വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ആ കുക്കറിലുള്ള വെജിറ്റബിൾസ് നമ്മൾ എന്ത് ചെയ്യുക, വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ അതിലേക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പുളിവെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള നമ്മുടെ വെണ്ടക്കായും അതേപോലെ തന്നെ മുരിങ്ങാക്കായും നമ്മൾ എന്ത് ചെയ്യുകയാണ്, അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ മുരിങ്ങക്കായ നന്നായി വെന്ത് വരുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം, അടച്ച് വെച്ച് വേവിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിട്ടുള്ളത്. അപ്പം മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് മുരിങ്ങക്കായ നല്ല പോലെ വെന്ത് വരണം. ഓക്കെ, അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് പൊട്ടിച്ച് നോക്കുമ്പോൾ അതിങ്ങനെ അടർന്നു വരും. അതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ വെണ്ടക്കായൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ നാളികേരത്തിൻ്റെ മിക്സ് ആ കട്ടയൊക്കെ ഒന്ന് കലക്കി ചേർത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ആ ഒരു സാമ്പാറിലേക്ക് അല്ലെങ്കിൽ ആ വെന്ത് വന്നിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പും അതേപോലെ തന്നെ പുളിയും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പോ ഇനി പുളി വേണമെങ്കിൽ കുറച്ചും കൂടിയും വെള്ളം ചേർത്ത് പുളി ഒന്നും കൂടിയും പിഴിഞ്ഞൊഴിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ സാമ്പാറിൻ്റെ കട്ടിക്കനുസരിച്ച് വെള്ളവും കൂടി ചേർക്കാം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം ചേർക്കാൻ നോക്കുക. പച്ചവെള്ളത്തിന് പകരം കുറച്ച് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി നമ്മുടെ സാമ്പാറിൻ്റെ കൺസിസ്റ്റൻസി എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം നല്ല പോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇപ്പം നല്ലൊരു സ്മെല്ല് വരും, നല്ലൊരു കായത്തിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ സാമ്പാറിൻ്റെ ഒരു അടിപൊളി സ്മെല്ല് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സാമ്പാർ ഒന്ന് കടുക് താളിച്ചെടുക്കാം. അത് കടുക് താളിച്ചെടുക്കുക എല്ലാവർക്കും അറിയുന്നതാണല്ലോ. സോ ഒന്ന് കടുക് താളിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ അമ്മയുടെ ഈ സ്പെഷ്യൽ സാമ്പാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.